Network News is brought to you in association with Coloricals Gold Park, Manufacturers and Wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന് SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. T. വിശ്വനാഥൻ, KK കൃഷ്ണൻ, പോത്തേര കൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭാ കൗൺസിൽ യോഗം ബുധനാഴ്ച ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശിയുടെ അധ്യക്ഷതയിൽ കൗൺസിൽ ഹാളിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം കൗൺസിൽ യോഗം പാസാക്കി. പയ്യന്നൂർ നഗരസഭ കൗൺസിൽ യോഗം ബുധനാഴ്ച കൗൺസിൽ ഹാളിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം വൈസ് ചെയർപേഴ്സൺ P. ശ്യാമള അവതരിപ്പിച്ചു. സംസ്ഥാന ബഡ്ജറ്റിൽ പ്ലാൻ ഫണ്ട് സാധാരണ വിഹിതം ഇനത്തിൽ 9,78,92,000 രൂപയാണ് വകയിരുത്തിയതെങ്കിൽ പുതുക്കിയ ബഡ്ജറ്റിൽ അത് 2,91,83,000 രൂപയായും പട്ടികജാതി പ്രത്യേക ഘടക പദ്ധതി വിഹിതം 2,02,66,000 രൂപയിൽ നിന്ന് 1,72,26,000 രൂപയായും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പ്ലാൻ ഫണ്ടിന് പകരം ഉപയോഗിക്കാവുന്ന ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന ഗ്രാന്റ് വീതം പുതുക്കിയ ബഡ്ജറ്റ് പ്രകാരം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രസ്തുത ഫണ്ട് ചെലവഴിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ലഭ്യമാക്കാത്തത് കാരണം ഫലത്തിൽ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്റെ വാർഡിലുമെല്ലാം പ്രവർത്തനം സംബന്ധിക്കുന്നു. ഇന്നത്തെ നിലയിൽ ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യവും നിർവഹിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അവിടെ പറഞ്ഞ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ ഗ്രാന്റ് കിട്ടുന്ന ഘട്ടം തന്നെ ഏത് ഘട്ടത്തിലാണ് ഗ്രാന്റ് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴും എങ്ങനെ ഗ്രാന്റ് വിനിയോഗിക്കണമെന്നത് സംബന്ധിച്ച് ഒരു ദ്രവം വന്നിട്ടില്ല. അത് വന്ന് അതിന്റെ ഗഡു കിട്ടുമ്പോഴേക്കും നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിക്കും. അതോടുകൂടി നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുള്ള വിനിയോഗ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കൊന്നും പണം കൊടുക്കാൻ സാധിക്കാത്ത നിലയിലാണ്. നഗരസഭയ്ക്കായി അനുവദിച്ച പ്ലാൻ ഫണ്ട് വിഹിതം പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഗണ്യമായി വെട്ടിക്കുറച്ചത് നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചുവെന്ന് P. ശ്യാമള അറിയിച്ചു. M. രാമകൃഷ്ണൻ പിന്താങ്ങി. പ്രതിപക്ഷ നേതാവ് AK ശ്രീജയുടെ നേതൃത്വത്തിൽ UDF കൗൺസിലർമാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. കാരണം നമുക്കറിയാം LDF ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വികസന ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഈ അവസാനം നമുക്ക് മൂന്നാമത്തെ ഗഡു ലഭിക്കാതെയാണ് LDF സർക്കാർ മടങ്ങിപ്പോയത്. 2,750 കോടി രൂപയാണ് തരാതെ ബാക്കി വെച്ചിട്ടാണ് മടങ്ങിപ്പോയത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇതോടെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഭരണപക്ഷ കൗൺസിലർമാർ പ്രമേയം കൈയടിച്ചു പാസാക്കി. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് കൗൺസിൽ യോഗം പ്രമേയം പാസാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയങ്കാട്ട് വയോധികയുടെ വീട് തകർന്നു വീണു. വീടിനകത്തുറങ്ങുകയായിരുന്ന അപ്പിയാൽ ദേവകിയും മകളും കുടുംബവുമാണ് പരിക്കേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ദേവകിയുടെ വീടിന്റെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ഭാഗം ചൊവ്വാഴ്ച രാത്രി 11:30ഓടെയാണ് കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നു വീണത്.
ഉറക്കത്തിനിടയിൽ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന വീട്ടുകാർ വീടിന്റെ മറ്റു ഭാഗത്തുകൂടി പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. മേൽക്കൂരയിലെ കഴുക്കോലുകളും ഓടുകളും പട്ടികയും ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ ചുമർ പിളർന്ന നിലയിലാണുള്ളത്. ദേവകിയും മകൾ സനിതയും സനിതയുടെ മകൻ ഷിരോഷ് എന്നിവരാണ് വീട്ടിൽ താമസിക്കുന്നത്. 11:30 തൊട്ട് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് തുറക്കാൻ പറ്റാതെ രാത്രിയാണ് ഇരുന്ന് പൊട്ടുന്ന കിടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു, പഞ്ചായത്ത് അംഗം എം രാമചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, CMP സംസ്ഥാന കമ്മിറ്റി അംഗം EV ദാമോദരൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ശ്രീധരൻ, സെക്രട്ടറി V മനോഹരൻ, വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ R മധുസൂദനൻ തുടങ്ങിയവർ വീട് സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ക്ഷീരമേഖലയിലെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കഥകൾ നാം ഏറെ കേട്ടിട്ടുണ്ട്. എന്നാൽ പശുക്കൾക്ക് മാത്രമായൊരു വീടും ജീവിതവും ഒഴിഞ്ഞുവെച്ച കൈപ്രത്ത് രാമകൃഷ്ണൻ എന്നൊരു മനുഷ്യനുണ്ട് വെള്ളൂരിൽ. വേറിട്ടൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഇദ്ദേഹത്തെ പരിചയപ്പെടാം. കാലത്തിനും പ്രായത്തിനും തടുക്കാനാവാത്തതാണ് വെള്ളൂർ കൈപ്രത്ത് രാമകൃഷ്ണന്റെ പശുക്കളോടുള്ള സ്നേഹം. റവന്യൂ വകുപ്പിലായിരുന്നു ജോലിയെങ്കിലും ഡെപ്യൂട്ടി തഹസിൽദാരായി വിരമിച്ച ശേഷവും പശുക്കളോടുള്ള സ്നേഹം വർദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. 16 പരം പശുക്കളുണ്ടിവിടെ. മൂരികളും കിടാങ്ങളും വേറെ. തൻ്റെ ഇരുനില വീടിൻ്റെ ചുറ്റും പശുക്കളെ കൊണ്ട് ഗോശാല തീർത്തിരിക്കുകയാണ് ഇദ്ദേഹം. കെട്ടഴിഞ്ഞാലും പശുക്കൾ എവിടെയും പോകുകയില്ലെങ്കിലും രാത്രി കാവലായി രാമകൃഷ്ണൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് പശുക്കളോടുള്ള സ്നേഹം. അന്ന് 2 പശുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത് 16 നിൽക്കുന്നു. രാമകൃഷ്ണന് ഇത് ഒരു വരുമാന മാർഗമല്ല. ഇവിടെ നിന്ന് ഒരെണ്ണത്തിനെ പോലും ഇതുവരെ വിറ്റിട്ടില്ല. വലിയ മൂരികൾ വരെയുണ്ട് ഇവിടെ. രാമകൃഷ്ണന്റെ ദിനരാത്രങ്ങൾ ഇവിടെ തന്നെ വിടരുകയും കൊഴിയുകയും ചെയ്യുന്നു. തൊട്ടപ്പുറത്ത് പാടമാണ്. അവിടെ നെൽകൃഷിയും പച്ചക്കറി കൃഷിയുമുണ്ട്. തൊഴുത്ത് വൃത്തിയാക്കുന്ന വെള്ളവും മറ്റും നെൽകൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. പശുക്കളുടെ മൂത്രം സംഭരിക്കാൻ പ്രത്യേക ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകുന്നു. ഒരു വീടും പരിസരവും ഞാൻ ഈ ഉദ്യമത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴേകദേശം 16 പശുക്കളും അതിൻ്റെ കിടാക്കളും കൂടെയുണ്ട്. പിന്നെ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആദ്യകാലം അമ്മയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 2012 റിട്ടയറിന് ശേഷം ഞാനാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. അധ്യാപികയായി വിരമിച്ച ശേഷം ഭാര്യ രോഹിണിയും സഹായത്തിനെത്തും. മക്കൾ ഹരികൃഷ്ണൻ, അനഘ. തൊട്ട് മുമ്പിൽ തന്നെ മറ്റൊരു വീട്ടിലാണ് ഇവരുടെയെല്ലാം താമസം. സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് കാലികളെ വളർത്തുന്നതെങ്കിലും പാലും മറ്റും ഒരു വരുമാന മാർഗമാണ്. ക്ഷീരമേഖലയിലെ വളർച്ചയും തളർച്ചയും നമുക്ക് ഏറെ പറയുവാനുണ്ടെങ്കിലും ലാഭേച്ഛയില്ലാതെ പശുക്കളെ അതിരുവിട്ട് സ്നേഹിക്കുന്ന രാമകൃഷ്ണൻ ഈ മേഖലയിലെ ഏകാന്ത പഥികൻ തന്നെയാണ്. ഒപ്പം വേറിട്ടൊരു മനുഷ്യനും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരീൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ കുടുംബശ്രീ CDS മെമ്പർ സെക്രട്ടറി രേഖ സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P ശ്യാമള അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി കർക്കിടക ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആയുർവേദ പ്രകാരമുള്ള കാര്യങ്ങളും പ്രാദേശികമായിട്ട് അറിവുകളുമെല്ലാം നിലനിൽക്കുകയാണ്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, കുടുംബശ്രീ CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കർക്കിടക മാസത്തിന്റെ ആരോഗ്യപരവും ഔഷധ ഗുണപരവുമായ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫെസ്റ്റിൽ കർക്കിടക കഞ്ഞി, നാടൻ ആയുർവേദ മരുന്നുകൾ, വേവുമരുന്നുകൾ, വിവിധ ഇലക്കറികൾ, പത്തിലകൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. പരമ്പരാഗത ഭക്ഷണ രീതികളും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കർക്കിടക ഫെസ്റ്റ് ശ്രദ്ധേയമായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാടിന്റെ പ്രധാന യാത്രാ കേന്ദ്രമായ പിലാത്തറ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ദിവസങ്ങളായി നീക്കം ചെയ്യാതെ കിടക്കുന്നത് യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുകയാണ്.
പിലാത്തറ ബസ് സ്റ്റാൻഡിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മൂലം ഇവിടെ എത്തുന്ന യാത്രക്കാരും കച്ചവടക്കാരും കടുത്ത ദുരിതത്തിലാണ്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ തന്നെയാണ് ദിവസങ്ങളായി പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളുടെ വൻ ശേഖരം കുന്നുകൂടി കിടക്കുന്നത്. മഴ പെയ്ത് അലിഞ്ഞു കിടക്കുകയാണ് മാലിന്യങ്ങൾ. ചാക്കുകെട്ടുകളിലായാണ് മാലിന്യ കൂമ്പാരം ഇവിടെയുള്ളത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് പിലാത്തറ ബസ് സ്റ്റാൻഡ്. നിത്യേന ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. എന്നാൽ ബസ് കാത്തു നിൽക്കുന്ന കെട്ടിടത്തിന് തൊട്ടടുത്തു തന്നെ മാലിന്യം ചീഞ്ഞു നാറുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നിത്യവും ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിലും ആരും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നതും ഏറെ ഗൗരവകരമായ വിഷയമാണ്. മാലിന്യം നീക്കാനുള്ള അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ഉയരുകയാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ചെറുതായം സ്വദേശിയായ യുവാവിനെതിരെ പെരിയാരം പോലീസ് കേസെടുത്തു. പിലാത്തറ CM നഗറിലെ ടി ജോവാൻ പോളിനെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ചെറുതാഴം സ്വദേശിയായ യുവാവിനെതിരെ പരിയാരം പോലീസ് കേസെടുത്തു. പിലാത്തറ CM നഗറിലെ ടി ജോവാൻ പോളിനെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജോവാൻ പോളിന്റെ പങ്കാളിത്തം പുറത്തുവരുന്നത്. വളപട്ടണം സ്വദേശിയും തന്റെ സുഹൃത്തുമായ KP മുഹമ്മദ് അസീം അലി തന്റെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ചോദ്യം ചെയ്യലിൽ ജോവാൻ പോൾ പോലീസിന് മൊഴി നൽകി. 2026 ഏപ്രിൽ 6 പിൻവലിച്ച പണം അസീം അലിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതായും ഇയാൾ വെളിപ്പെടുത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജോവാന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ പിൻവലിച്ചതായി പോലീസ് കണ്ടെത്തി. തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനിയെന്ന് കരുതുന്ന അസീം അലി നിലവിൽ മംഗളൂരുവിലെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ദിനേന നൂറുകണക്കിന് ആളുകളും വിനോദസഞ്ചാരികളും ആശ്രയിക്കുന്ന വയലപ്ര ചെമ്പല്ലിക്കുണ്ട് റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി. റോഡ് മുഴുവൻ കുഴികൾ രൂപപ്പെട്ടതോടെ ഇതുവഴി സഞ്ചരിക്കുന്നവരുടെ നടുവൊടിയുകയാണ്. കിലോമീറ്ററുകളോളം ഏറെ പ്രയാസപ്പെട്ടാണിപ്പോൾ വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഇതുവഴി കടന്നുപോകുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വയലപ്ര പാർക്കിലേക്കും പുഴയോരത്തേക്കുമുള്ള വയലപ്ര പാർക്ക് ചെമ്പല്ലിക്കുണ്ട് റോഡ് പൂർണ്ണമായും തകർന്ന് യാത്രാ ദുരിതം രൂക്ഷമാക്കുന്നു. ദിവസേന നൂറുകണക്കിന് ആളുകളും വിനോദസഞ്ചാരികളും സഞ്ചരിക്കുന്ന ഈ പാതയിലൂടെ കിലോമീറ്ററുകളോളം ഏറെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നുപോകുന്നത്. റോഡിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ടാറിംഗ് പൂർണ്ണമായും ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. മഴ പെയ്താൽ ഇവിടങ്ങളിൽ വെള്ളം കെട്ടിനിന്ന് കുഴികൾ കാണാതെയാവുകയും അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയേറെയാണ്. കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറിയതിനൊപ്പം ഇളകിക്കിടക്കുന്ന കല്ലുകൾ കാരണം ടയറുകൾക്ക് കേടുവരാനും ബൈക്കുകൾ വഴുതി വീഴാനും ഇടയാക്കുന്നു. ഉത്തര മലബാറിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായിട്ടും റോഡിന്റെ ദയനീയാവസ്ഥ സഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ തിരിച്ചടിയാവുകയാണ്. അധികൃതർ അടിയന്തരമായി കണ്ണു തുറന്ന് റോഡ് പുനരുദ്ധരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ശക്തമായി ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി ചെയ്ത് വിജയം കൊയ്തിരിക്കുകയാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ആലക്കാട്ടെ KV സന്തോഷ് എന്ന കർഷകൻ. ഏക്കർ കണക്കിന് സ്ഥലം പാട്ടത്തിനെടുത്താണ് സന്തോഷ് വിവിധങ്ങളായ പച്ചക്കറികൾ കൃഷി ചെയ്തത്. വരാനിരിക്കുന്ന ഓണക്കാലത്ത് വിപണിയിൽ നാടൻ പച്ചക്കറികളുടെ സമൃദ്ധി എത്തിക്കാൻ തയ്യാറെടുത്ത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ആലക്കാട്ടെ KV സന്തോഷ് എന്ന കർഷകൻ. ആലക്കാട് ഭാഗത്ത് 4.5 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും 2 ഏക്കറിൽ വാഴകൃഷിയുമാണ് സന്തോഷ് വിജയകരമായി നടത്തി വിളവെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത്. ഓണവിപണി മുന്നിൽ കണ്ട് കൃത്യമായ ആസൂത്രണത്തോടെയാണ് സന്തോഷ് കൃഷി ഇറക്കിയത്. നിലവിൽ പച്ചക്കറികളുടെ വിളവെടുപ്പ് സജീവമായി ആരംഭിച്ചു കഴിഞ്ഞു. ഗുണനിലവാരമുള്ള പച്ചക്കറികളും നേന്ത്രവാഴയും ഓണക്കാലത്ത് ജനങ്ങളിലേക്ക് തടസ്സമില്ലാതെ എത്തിക്കാൻ കഴിയുമെന്ന വൻ പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. ഞാൻ ഒരു 4.5 ഏക്കർ പച്ചക്കറി കൃഷി, ഒരു 2 ഏക്കർ വാഴയും കൃഷി ചെയ്യുന്നുണ്ട്. ഓണത്തിനേക്കുള്ള വിപണി ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പച്ചക്കറി കൃഷി വിളവെടുക്കാൻ തുടങ്ങി. എന്നാലും ഓണത്തിന് എല്ലായിടത്തും എത്തിക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസമുണ്ട്. വിലയെല്ലാം ഇപ്പം കടക്കാർക്കാണ് വില കൂടുതൽ. നമ്മളെ കൃഷിക്കാർക്ക് കിട്ടുന്നത് 20-22 രൂപ വരെ വില കിട്ടുന്നുള്ളൂ. അപ്പോൾ 40 രൂപയ്ക്കും 35 രൂപയ്ക്കൊക്കെയാണ് പുറത്ത് വിൽപ്പന നടക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് സാധാരണ കൃഷി ചെയ്യുന്നവർക്ക് വില ഇല്ല.
ഹോർട്ടികോപ്പിനെ വിളിച്ചപ്പം ഹോർട്ടികോപ്പ് ആണെങ്കിലും 2 സ്റ്റാളേ ഉള്ളൂ പയ്യന്നൂർ. അവർക്കും പിന്നെ ആകെ 2 ദിവസം കൂടുമ്പോൾ 1.5 30 കിലോ കക്കിന് മാത്രമേ വേണ്ടൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ അപ്പോൾ സംഭരിക്കാനുള്ള ഒരു പ്രശ്നം ഓണത്തിൻ്റെ സമയത്ത് മാത്രമേ ഹോർട്ടികോപ്പ് ഇടപെടുന്നുള്ളൂ. അതൊക്കെ ഒന്ന് മാറ്റി കൃഷിക്കാർക്ക് സൗകര്യമായ രീതിയിൽ എപ്പോഴും സാധനം എടുക്കുന്ന രീതിയിൽ ആണെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു. പിന്നെ ഞാൻ വാഴ ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ പന്നിശല്യം ഭയങ്കരമായിട്ട് ഉണ്ട്. വാഴയാണെങ്കിൽ കുത്തി അതിൻ്റെ കാമ്പ് തിന്നുന്നു, കുറച്ച വാഴ വരെ കുത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് അവസ്ഥയിരിക്കുന്നത്. പക്ഷേ ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും വിപണിയിൽ ന്യായമായ വില ലഭിക്കാത്തതും ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ കൃത്യമായ സംവിധാനമില്ലാത്തതും കർഷകരെ വലയ്ക്കുകയാണ്. കർഷകർക്ക് അർഹമായ ന്യായവില ഉറപ്പാക്കുകയും ഹോർട്ടികോർപ്പ് വഴി വിപണി ഇടപെടലുകൾ നടത്തുകയും വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുകയും വേണമെന്ന് സന്തോഷിനെ പോലുള്ള കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സാ സഹായം തേടുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം രജനി മോഹന് മാതമംഗലം കൂട്ടായ്മ സ്വരൂപിച്ച തുക കൈമാറി. കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത തുക കുടുംബത്തിന് നൽകി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും പെരിങ്ങോംവയക്കര പഞ്ചായത്തിലെ താമസക്കാരിയുമായ രജനി മോഹൻ ഇരുവൃക്കകളും തകരാറിലായി മാസങ്ങളോളമായി ഡയാലിസിസ് ചെയ്തു വരികയാണ്. വൃക്ക മാറ്റിവയ്ക്കാനുള്ള സാമ്പത്തിക സമാഹരണത്തിന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ചികിത്സാ സഹായത്തിലേക്ക് മാതമംഗലം കൂട്ടായ്മ സ്വരൂപിച്ച തുക കൈമാറി. കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത തുക കുടുംബത്തിന് നൽകി. ഏകദേശം നല്ലൊരു തുക തന്നെ ഇപ്പോൾ തന്നെ അവർക്ക് ചെലവായി. അപ്പോൾ ഇത് മാറ്റിവെക്കേണ്ട രീതിയിലും വലിയൊരു സംഖ്യ വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാതമംഗലം കൂട്ടായ്മയുടെ മെമ്പർമാർ സ്വരൂപിച്ച ഒരു സംഖ്യ ആ കുടുംബത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ രജനി മോഹൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് സഹായം ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കെ വി മനീഷ്, പി ഭാസ്കരൻ, ബൈജേഷ് പാണപ്പുഴ, പി ദിബീഷ്, ബിജു സയന, വി കെ വിഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. നീറ്റ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ആശിഷ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ അമ്പലപരിസരം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രതിഷേധ പ്രകടനം SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ആശിഷ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസുകളിലും SFI മധുരം വിതരണം ചെയ്ത് ഐതിഹാസിക പോരാട്ടത്തെ നമ്മൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഐതിഹാസിക പോരാട്ടത്തെ നമ്മൾ രേഖപ്പെടുത്തി പറയുന്ന CJPയുടെ വക്താവ് ആ സമരം ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഇതാ ഈ നാടോട് വിളിച്ചു പറഞ്ഞത് ആ സമരത്തിന്റെ ഭാഗമായി SFI ഉണ്ടാവും, സഖാവ് ഐഷി ഘോഷ് ഉണ്ടാവും എന്നാണ്. ഏരിയ സെക്രട്ടറി KV അഭിരാം, പ്രസിഡന്റ് KV അഭിനന്ദ്, ജില്ലാ കമ്മിറ്റി അംഗം മേഘ്ന മഹേഷ്, KV ആദിത്യ, K അശ്വിൻ, അനഘ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഖാന ഗോവിന്ദന്റെ കൃഷിപാഠങ്ങൾ ഇനി പുസ്തകത്തിലൂടെ വായിക്കാം. പുറത്തിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ കോപ്പികളും വിറ്റഴിഞ്ഞ ഈ പുസ്തകം കർഷകർക്ക് എന്നും ഒരു വഴികാട്ടിയായിരിക്കും. കാർഷിക മേഖലയെ ജനകീയമാക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച കരിവള്ളൂർ മാലാപ്പിലെ ഖാന ഗോവിന്ദൻ അക്ഷരങ്ങളിലൂടെ പുനർജനിക്കുകയാണ് വിത്ത് മുതൽ വിളവ് വരെ എന്ന പുസ്തകത്തിലൂടെ. ഗോവിന്ദൻ പകർന്ന കാർഷിക പാഠങ്ങളാണ് വിത്ത് മുതൽ വിളവ് വരെ കർഷകന് ഒരു കൈപ്പുസ്തകം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ കർഷക സമിതിയുടെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പുസ്തകം കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കാർഷിക മേഖലയിലെത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഏറെ ഉപകരിക്കുമെന്ന് പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയ M ശശിമോഹനൻ പറയുന്നു. വിത്ത് മുതൽ വിളവ് വരെ എന്നുള്ള ഈ പുസ്തകത്തിൽ മണ്ണിനെ പറ്റി, മണ്ണ് എങ്ങനെയാണ് നാം പരുവപ്പെടുത്തേണ്ടത്, മണ്ണിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിച്ച്
കൃഷിക്ക് ഉപയുക്തമാക്കേണ്ടത്. തെങ്ങ് കൃഷി, നെൽകൃഷി, സുഗന്ധവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ തുടങ്ങി മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെ തന്നെ വളരെ കൃത്യമായി മറ്റൊരാളുടെ സഹായമില്ലാതെ കൃഷിയെ സ്നേഹിക്കുന്നവർ, കൃഷിയിൽ താല്പര്യമുള്ളവർക്കും കൃഷി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി പകർന്നു കൊടുക്കുന്ന ഒരു കൃഷിപാഠമാണ്. കൃഷി അസിസ്റ്റന്റായിരുന്ന മാലാപ്പിലെ ഗോവിന്ദൻ 32 വർഷത്തെ സർവീസിന് ശേഷം 2011 വിരമിച്ചത്. തുടർന്ന് കരിവള്ളൂരിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കാർഷിക രംഗത്ത് സജീവമായി. കർഷകർ, പൊതുജനങ്ങൾ എന്നിവർക്കായി കാർഷിക സാങ്കേതിക വിദ്യകളും പുതിയ കൃഷിരീതികളും നവമാധ്യമങ്ങളിലൂടെയും മറ്റും ലളിതമായി പങ്കുവച്ചിരുന്നു. കാർഷിക സേവനത്തിനൊപ്പം പൊതുപ്രവർത്തനത്തിലും ഇദ്ദേഹം സജീവമായിരുന്നു. കോവിഡ് സമയത്ത് നിരവധി പച്ചക്കറി കൃഷികൾക്ക് നേതൃത്വം നൽകി. കാർഷിക വിളമാറ്റം, ഉത്സവച്ചന്ത, സസ്യസംരക്ഷണം, ജൈവ കൃഷി, നഴ്സറി നിർമ്മാണം, വിത്ത് പരിപാലനം, വിളരോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ലേഖനങ്ങൾ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 ജൂലൈ 21 അദ്ദേഹം നിര്യാതനായിരുന്നു. വ്യത്യസ്ത വിളകളുടെ പരിപാലനം, വളപ്രയോഗം, കീടനിയന്ത്രണം, രോഗബാധ തടയൽ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും പഠനങ്ങളും പുസ്തകത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് കാർഷിക രംഗത്ത് പ്രചോദനമാകുന്ന ഈ പുസ്തകം കർഷകർക്കും കാർഷിക വിദ്യാർത്ഥികൾക്കും ഒരേപോലെ പ്രയോജനപ്രദമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പഴുപ്പിക്കാൻ തക്ക ഗുണമേന്മയുള്ള നേന്ത്രക്കായക്ക് കടുത്ത ക്ഷാമം. നേന്ത്രപ്പഴത്തിന്റെ വില ഓണത്തിന് മുൻപ് തന്നെ കുതിച്ചുയർന്ന് മൊത്ത വിപണിയിൽ 50 രൂപയോളമായി. പഴുപ്പിക്കാൻ തക്ക ഗുണമേന്മയുള്ള നേന്ത്രക്കായക്ക് കടുത്ത ക്ഷാമം. ഇതോടെ നേന്ത്രപ്പഴത്തിന്റെ വില ഓണത്തിന് മുൻപ് തന്നെ കുതിച്ചുയർന്ന് മൊത്ത വിപണിയിൽ കിലോയ്ക്ക് 50 രൂപയായി. ചില്ലറ വിപണിയിൽ 60 രൂപയ്ക്ക് മുകളിലാണ് വില. നല്ല പഴത്തിന് ആവശ്യക്കാർ ഏറെയാണെങ്കിലും ലഭ്യത കുറവാണ്. നാടൻ നേന്ത്രപ്പഴം കിട്ടാനില്ല. ഗുണമേന്മയില്ലാത്ത കായ പുകയിട്ട് പഴുപ്പിക്കാനാകില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. പഴുത്താൽ തന്നെ ഉള്ളു ബലപ്പെട്ടിരിക്കും. ഇവ ശർക്കര ഉപ്പേരിക്കും കായ വറുത്തതിനുമായി പോകും. 10 ദിവസത്തിനിടെ മൊത്ത വിപണിയിൽ നേന്ത്രക്കായ കിലോഗ്രാമിന് 12 രൂപ വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം 44 രൂപയായിരുന്നതാണ് ഇന്നലെ 50 രൂപയിലെത്തിയത്. മെയ് മാസത്തിനു ശേഷമുള്ള ഉയർന്ന വിലയാണിത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗുരുപൂർണിമ ദിനാചരണ ഭാഗമായി BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ഗുരുക്കന്മാരെ വീട്ടിലെത്തി ആദരിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ BJP കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് M. ഭാസ്കരൻ ആദരം നിർവഹിച്ചു. തൃക്കരിപ്പൂരിലെ സംഗീതജ്ഞനും പൂരക്കളി മറത്തുകളി പണിക്കരുമായ കക്കുന്നം പത്മനാഭനെയും പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മുൻ അഗ്രോണമി മേധാവി IP ശ്രീധരൻ നമ്പ്യാർ, കേന്ദ്രം മുൻ അസോസിയേറ്റ് ഡയറക്ടർ സുമംഗല S. നമ്പ്യാർ എന്നിവരെയുമാണ് ആദരിച്ചത്. ഗുരുപൂർണിമ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ആദരവ് സംഘടിപ്പിച്ചത്. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ BJP കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് M. ഭാസ്കരൻ ഗുരുക്കളെ ആദരിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KV മോഹനൻ, U. രാജൻ, E. രാമചന്ദ്രൻ, പിലിക്കോട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി P. ജയരാജ്, MV ശ്രീനിവാസൻ, K. ഹരീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗുരുപൂർണിമ ദിനത്തോടനുബന്ധിച്ച് BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ U. നാരായണൻ മാസ്റ്ററെ ആദരിച്ചു. BJPയുടെ മുതിർന്ന നേതാക്കന്മാർ ചേർന്ന് ആദരം നിർവഹിച്ചു. ഗുരുപൂർണിമ ദിനത്തോടനുബന്ധിച്ച് U. നാരായണൻ മാസ്റ്ററെ BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തുടർച്ചയായി 51 വർഷം ശിഷ്യഗണങ്ങളോടൊപ്പം ശബരിമലയ്ക്ക് പോയ ഗുരുസ്വാമി, 31 വർഷം ഗവൺമെന്റ് അധ്യാപകൻ, 25 വർഷത്തോളം അൺഎയ്ഡഡ് സ്കൂൾ പ്രിൻസിപ്പാൾ, പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി സ്ഥാപക മെമ്പർ, നിലവിലെ പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ U. നാരായണൻ മാസ്റ്റർ പ്രവർത്തിച്ചു വരുന്നു. BJPയുടെ മുതിർന്ന നേതാക്കന്മാരായ കെട്ടുംവീട്ടിൽ കരുണാകരൻ, പത്മനാഭൻ K എന്നിവർ ചേർന്ന് പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും മധുരവിതരണം നടത്തുകയും ചെയ്തു. ചടങ്ങിൽ കോഴിക്കോട് മേഖലാ സെക്രട്ടറി പനക്കേൽ ബാലകൃഷ്ണൻ, പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ധനേഷ് കണിയാംകുന്ന്, SC മോർച്ച ജില്ലാ സെക്രട്ടറി സുജിത് കുമാർ PK, അഭിലാഷ് ചീറ്റ, വികേഷ് പുഞ്ചക്കാട്, അമർനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടുകൂടി വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.